89.6 FM Sargakshetra SK Junction. Hi, hello, good morning. Welcome to SK Junction on Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. ഇന്ന് SK ജംഗ്ഷനിൽ നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റി, അവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഹെൽത്തിനെ ബേസ് ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ അതിനു മുൻപ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ആരാണെന്ന് പരിചയപ്പെട്ടാലോ. മിറ്ററ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപീഡിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ ജോർജി ജെ കുരുവില. ഹായ് ഡോക്ടർ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഹായ്, മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നോ സർ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് SK ജംഗ്ഷനിലൂടെ സംസാരിക്കാനായിട്ട്, ആളുകളിലേക്ക് ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ACL അല്ലെ? ACL. യെസ്, ACL എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നീലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലിഗ്മെന്റ് ആണ് അത്, അല്ലെ? അതെ, അത് നീല നമ്മൾ ബേസിക്കലി 4 ലിഗമെന്റ്സ് ആണ് ഉള്ളത്. അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിഗമെന്റ് ആണ് ACL. ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരുന്നതും ആ ലിഗമെന്റിന് തന്നെയാണ്. അപ്പോൾ നമ്മളതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ACL അതിൻ്റെ പറയുന്നത് നമ്മൾ ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റ് എന്നാണ്. അത് 2 ലിഗമെന്റ് ഉണ്ട് മുട്ടിനകത്തായിട്ട്, ACL-ഉം PCL-ഉം. അതൊരു ക്രൂഷ്യേറ്റ് അല്ലെങ്കിൽ ഒരു ക്രോസ് ഷേപ്പിലാണ് മുട്ടിനകത്തത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ക്രൂഷ്യേറ്റ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. മുമ്പിലുള്ള ലിഗമെന്റിനെയാണ് നമ്മൾ ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റ് എന്ന് പറയുന്നത്. പുറകിലുള്ള ലിഗമെന്റിനെ നമ്മൾ പോസ്റ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റ് അല്ലെങ്കിൽ PCL എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ACL-നെ പറ്റിയാണ്. ACL-നെ പറ്റി ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ACL-ലുമായിട്ട് ഏതൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്, ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനും ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ ഒരു ഉത്തരം കിട്ടും, അല്ലെ? അതെ. സോ ACL ഇഞ്ചുറി ആർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് എഫക്ട് ചെയ്യാറുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീ ആയതുകൊണ്ട് തന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും മേ ബി പല ഇഞ്ചുറീസും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അവർക്കാണോ ഇത് കൂടുതലായിട്ടും എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്, ACL-ന്റെ ഇഞ്ചുറി എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം സർ. ഡെഫിനറ്റ്ലി നമ്മൾ സ്പോർട്സ് പേഴ്സൺസിലാണ് കൂടുതലായിട്ട് നമുക്ക് ഇഞ്ചുറി കാണുന്നത്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ തന്നെ സ്പോർട്സ് പേഴ്സൺ നമ്പർ എപ്പോഴും കുറവാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാരിലാണ്. നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്കേഷണലി നമ്മൾ പറഞ്ഞ പോലെ സ്പോർട്സ് എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരോ, അല്ലെങ്കിൽ നമ്മൾ വീണിട്ട് വരുന്നവരോ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ച് അങ്ങനെ വരുന്നവരോ, അങ്ങനെയുള്ളവരിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ACL-നെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. SK ജംഗ്ഷനിലൂടെ തന്നെ ഒരു പാട്ട് കേട്ട് തന്നെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. കൂടുതൽ ഇൻഫർമേഷൻസ് കേൾക്കാനായിട്ട് സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്ററ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ ജോർജി ജെ കുരുവില. 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ജംഗ്ഷനിലൂടെ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മിറ്ററ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ ജോർജി ജെ കുരുവിലയാണ്. ഡോക്ടർ, നമ്മൾ ACL-നെ പറ്റിയാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ACL എന്താണ്, അതുപോലെ ACL ഇഞ്ചുറി ആർക്കാണ് കൂടുതലായിട്ടും എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മൾ സംസാരിച്ചു. ഇനി ഒരു ACL ടിയറിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെ പറ്റി നമുക്കൊന്ന് അറിയണം. ACL ടിയർ നമ്മൾ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പോർട്സ് പേഴ്സൺസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതുകൂടാതെ നമ്മൾ കോമൺ പോപ്പുലേഷനിലും കാണാറുണ്ട്. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, നമ്മൾ എന്തെങ്കിലും ഓടുകയോ അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തെന്നി വീഴുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആക്സിഡൻറ്റ് ഇതിനകത്ത് സംഭവിക്കുക, ഇങ്ങനെയുള്ളവരിലാണ് നമ്മളിത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഈ പറഞ്ഞ നമ്മൾ നോർമൽ പോപ്പുലേഷനിൽ നമുക്ക് കൂടുതലായിട്ട് വരാൻ ചാൻസ്, നമ്മളിപ്പം എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ടൊരു വാമപ്പോ അല്ലെങ്കിൽ അതിനായിട്ടുള്ള എക്സസൈസോ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ പെട്ടെന്ന് ഇപ്പം നമ്മൾ കളിക്കാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സ് പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഒരു കുറച്ച് നാൾ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വരിക, അന്നേരം ഈ പറഞ്ഞ വാമപ്പും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇഞ്ചുറി വരാനായിട്ട് ചാൻസ് എപ്പോഴും കൂടുതലാണ്. ഇത്രയാണ് സാധാരണ അതിൻ്റെ കാരണങ്ങളായിട്ട് വരുന്നത്. സോ ACL ടിയർ ആവാനുള്ള കാരണങ്ങൾ നമ്മൾ അറിഞ്ഞു. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ACL ടിയർ ആവുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ കൂടി നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഒരുപാട് ബെനിഫിറ്റ് ആവുമെന്ന് തോന്നുന്നു. വേഗം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റും സ്പീഡായിട്ട് തന്നെ എടുക്കാം. സോ ലക്ഷണങ്ങളെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാമോ? ലക്ഷണങ്ങൾ നമ്മൾ യൂഷ്വലി ഈ പറഞ്ഞ ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് മുട്ടിനകത്ത് എന്തെങ്കിലും വിട്ടുപോകുന്ന പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു സൗണ്ട് പോലെയോ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതുകൂടാതെ നമുക്ക് ACL ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ ടു 1 hour, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ തന്നെ മുട്ടിനകത്ത് ഒരു സ്വെല്ലിങ് വരും. സ്വെല്ലിങ് വന്നു കഴിഞ്ഞാൽ
അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേദന കാണും, നടക്കുമ്പോൾ ഇൻസ്റ്റബിലിറ്റി, അതായത് മുട്ട് വെട്ടി തെന്നിപ്പോകുന്ന പോലെ നമുക്ക് തോന്നുക. ഇതെല്ലാം ACL ടയറിൻ്റെ കൂടെ വരുന്നതാണ്. പക്ഷേ ഇതുപോലെ തന്നെ മുട്ടിനകത്തുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് മെനിസ്കസ് എന്ന് പറയും. മെനിസ്കസിനാണ് ടയർ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറല്ല, അതൊരു ഏകദേശം ഒരു 24 hours എടുക്കും അതിനകത്ത് സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വരാനായിട്ട്. ഒരു ജനറലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ACL ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം താമസം കൂടാതെ തന്നെ ഈ പറഞ്ഞ മുട്ടിനകത്ത് വേദനയും നീരും വരും. പക്ഷേ ബാക്കിയുള്ള ഇഞ്ചുറികളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും വരാനായിട്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും ACL ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഏറ്റവും അടുത്ത് തന്നെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്കും ഓർമ്മിപ്പിക്കാനുള്ളത്. സോ ACLുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിയും, കേൾക്കും, മനസ്സിലാക്കും. സോ സ്റ്റേ ട്യൂൺ ടു സർഗ ക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ജോർജി ജെ കുരുവിള. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. പാട്ടുകൾക്ക് ശേഷം നമ്മൾ SK ജംഗ്ഷനിൽ തിരിച്ചെത്തുമ്പോൾ ACLനെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുൻപ് ACL വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ സംസാരിച്ചു. അതുപോലെ ഏതൊക്കെ ലക്ഷണങ്ങളായിരിക്കും, ഏതൊക്കെ രീതിയിലുള്ള സിംറ്റംസ് ആണ് ACL ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. സോ ഇനി നമുക്കറിയാനുള്ളത് ACL ടയർ ഉറപ്പിക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ സ്കാൻ വേണമോ എന്നുള്ളത് തന്നെയാണ്. അതിലിപ്പോൾ MRI നിർബന്ധമാണോ എന്നുള്ളത് കൂടി നമുക്കൊരു ഡൗട്ടാണ്. ആൻഡ് ഈ ഒരു ഡൗട്ടിന് ഉത്തരം പറയാനായിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ജോർജി ജെ കുരുവിള. ഡോക്ടർ, അപ്പോൾ എങ്ങനെയാണ്, സ്കാൻ വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടെസ്റ്റുകൾ വേണമോ? ഒരു ഇഞ്ചുറി ആയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻ്റ് നമ്മൾ ക്ലിനിക്കലി നമ്മൾ എക്സാമിൻ ചെയ്യും. എക്സാമിൻ ചെയ്തിട്ട് നമുക്കൊരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, സസ്പെഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ MRI സജസ്റ്റ് ചെയ്യും. MRI ആക്ച്വലി സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഉണ്ടായിരിക്കുന്ന ഇഞ്ചുറിയുടെ ഗ്രേഡ് ഏതാണെന്ന് അറിയാനായിട്ടാണ്. നമുക്ക് 3 ഗ്രേഡ് ഇഞ്ചുറിയാണുള്ളത്. അപ്പം നമുക്ക് ആ ഗ്രേഡിനനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പം നമുക്ക് MRI എടുത്തു കഴിഞ്ഞാൽ ഏത് ഗ്രേഡാണെന്നറിയാം. പിന്നെ അസോസിയേറ്റഡ് ആയിട്ട് വേറെ ഇഞ്ചുറീസ് വല്ലതും, ഫോർ എക്സാമ്പിൾ മെനിസ്കസ് അല്ലെങ്കിൽ നമ്മളതിനകത്തെ കാർട്ടിലേജ് അല്ലെങ്കിൽ തെരണാസ്തി എന്ന് പറയുന്നത്, ഇതിനെന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടോ നമുക്കറിയാൻ പറ്റും. നമുക്കതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒരു 90% കേസുകളിൽ നമ്മൾ MRI സജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൃത്യമായ രീതിയിലൊരു ഇവാലുവേഷൻ നമുക്ക് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ആ ഒരു ഇഞ്ചുറി സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടെസ്റ്റ് നിർബന്ധമാണ് എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അറിയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ ACL ഇഞ്ചുറിക്കും സർജറി വേണമോ എന്നുള്ളൊരു കാര്യമാണ്. അതായത് സർജറി അല്ലെങ്കിൽ മരുന്നുകളോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയോ ഒക്കെ കൊണ്ട് നമുക്ക് അതിനെ ക്യൂർ ചെയ്യാനായിട്ട് ഉള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഡോക്ടർ ഒന്ന് പറയാമോ? നമ്മൾ വൺസ് MRI എടുത്ത് നമ്മൾ ACL ഇഞ്ചുറി കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് ഈ ACLൻ്റെ ടയർ അല്ലെങ്കിൽ ഇഞ്ചുറി നമ്മൾ ഏതാണെന്നുള്ളത്, നമ്മളിപ്പം ഗ്രേഡ് 1 ആണെന്നുണ്ടെങ്കിൽ അതിനകത്തെ ആ ഫൈബേഴ്സ്, ACLൻ്റെ ലിഗമെൻറ്റിനകത്തെ ഫൈബേഴ്സ് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യത്തേ ഉള്ളൂ. ഗ്രേഡ് 2 ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പകുതിയോളം നമുക്ക് ഏകദേശം അത് കീറിയായിരിക്കും ഇരിക്കുന്നത്. ഗ്രേഡ് 3 എന്ന് വെച്ചാൽ കംപ്ലീറ്റ് റപ്ചറാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രേഡ് 1 ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സർജറി ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിന് നമ്മൾ ഈ മരുന്നുകൾ പിന്നെ ഫിസിയോതെറാപ്പി അതാണ് ചെയ്യുന്നത്. ഗ്രേഡ് 2ലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ പേഷ്യൻ്റ് ആക്ടിവിറ്റി ലെവൽ നോക്കിയിട്ടാണ്. ഇപ്പം വലിയ സാധാരണ ഒരു നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോബ് ചെയ്യുന്ന വലിയ ഡിമാൻഡിങ് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഈ പറഞ്ഞ ഫിസിയോതെറാപ്പി മരുന്നുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അല്ലാത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇനീഷ്യലി ഫിസിയോ കൊടുക്കും. പക്ഷേ വൺസ് അതുകൊണ്ട് റിക്കവർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സർജറി ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇഞ്ചുറിയുടെ ഒരു കോംപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും നമ്മൾ സർജറി വേണോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ നോർമൽ മരുന്നുകൾ മതിയോ എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് കുറേയധികം കാര്യങ്ങൾ ACLനെ പറ്റി നമ്മൾ അറിയാനുണ്ട്, കേൾക്കാനുണ്ട്. സോ കേട്ടുകൊണ്ടേയിരിക്കും സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റര ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ജോർജി ജെ കുരുവിള. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ജംഗ്ഷനിലൂടെ ACLന്റെ ഇഞ്ചുറീസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞു ഏതൊക്കെ രീതിയിലുള്ള അല്ലെങ്കിൽ സർജറി വേണമോ അല്ലെങ്കിൽ മരുന്ന് മതിയില്ലേ, ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് ഇത് ശരിയാക്കാമോ എന്നൊക്കെയുള്ള ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഇഞ്ചുറിയുടെ ഡെപ്ത് അനുസരിച്ചിരിക്കും നമ്മൾ ഇതൊക്കെ ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഓരോരുത്തരും ഇൻഡിവിജ്വലി തന്നെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട്
കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഒപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഡോക്ടറെ വീണ്ടും വെൽക്കം ചെയ്യുന്നു. മിറ്ററ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ജോർജി ജെ കുരുവിള. സോ ഡോക്ടർ, ഇനി നമ്മളിപ്പോൾ സർജറി ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, ലിഗമെന്റ് റീകൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി നമ്മൾ 2 ടൈപ്പാണ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒന്നെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം. റിപ്പയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മുടെ ഈ പറഞ്ഞ ലിഗമെന്റ് ടയർ, ഈ ലിഗമെന്റ് ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ത്രൂ ലിഗമെന്റ് സംഭവിക്കാം, അല്ലെങ്കിൽ ലിഗമെന്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന, അതായത് നമ്മുടെ മോൾ ഭാഗത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന തുടയുടെ അസ്ഥിയുടെ ഭാഗത്തും താഴെ കാലിൻ്റെ അസ്ഥിയുടെ ഭാഗത്തുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്ന് ലിഗമെന്റ് വിട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേറെ ലിഗമെന്റ് വെച്ച് പിടിപ്പിക്കാതെ ആ ലിഗമെന്റ് തന്നെ നമുക്ക് തിരിച്ചു പിടിപ്പിക്കാൻ സാധിക്കും. ഇതിനെ നമ്മൾ ലിഗമെന്റ് റിപ്പയർ എന്നാണ് പറയുന്നത്. മറ്റത് നമ്മൾ ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് അവിടെ നമ്മുടെ ലിഗമെന്റ് ഇപ്പം അതിൻ്റെ നടുക്ക് വെച്ചാണ് പോയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ചാൻസ് തീരെ കുറവാണ്. സോ ആ കേസിൽ നമ്മൾ ചെയ്യുന്നത് ലിഗമെന്റ് റീകൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയാം. അതായത് നമ്മൾ അതിന് പകരമായിട്ട് ടെൻഡൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടെൻഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസിൽ വന്ന് ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു നല്ല തിക്കായിട്ടൊരു പാർട്ടാണ് നമ്മുടെ ബോഡിയിലെ. അത് വെച്ചാണ് നമ്മൾ ഈ പറഞ്ഞ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. റീകൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് പല ടൈപ്പിലുള്ള പറഞ്ഞ ടെൻഡൻസ് ഉണ്ട്. അത് നമ്മൾ ചിലപ്പോൾ മുട്ടിൻ്റെ ചുറ്റുമുള്ള മസിൽസിൻ്റെ അവിടെ നിന്നായിരിക്കും എടുക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ആംഗിളിൻ്റെ ഭാഗത്താണ് ഇരിക്കും എടുക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരുടെയും അവിടെ പ്രൊഫഷൻ നോക്കിയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ഫുട്ബോളർക്ക് ഉപയോഗിക്കുന്നതായിരിക്കത്തില്ല, നമ്മളൊരു ബോക്സിംഗ് സ്പോർട്സ് പേഴ്സണാലിറ്റി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്ക് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പം അത് നമ്മൾ നോക്കിയിട്ടായിരിക്കും ഏതാണ് നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആണെന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ആ ഒരു ഇൻഡിവിജ്വലിന്റെ കൺസെന്റോട് കൂടി തന്നെയായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അതെ, അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. റീസെന്റ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ടെൻഡൻസും ഒരുപാട് ഫേമസ് ആയി മാറിയിട്ടുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ടെൻഡൻസിന്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊസീജിയർ ഒന്ന് സംസാരിക്കാവോ? ആർട്ടിഫിഷ്യൽ ലിഗമെന്റ്സ് ആക്ച്വലി ഇത് വളരെ കാലമായിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ആദ്യകാലത്ത് ഇറങ്ങുന്ന ലിഗമെന്റ്സിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഫെയിലിയർ റേറ്റ് കൂടുതലായിരുന്നു. അതുകൂടാതെ കോംപ്ലിക്കേഷൻസ്, അത് നമ്മുടെ മുട്ടിനകത്ത് നീർക്കെട്ടലുണ്ടാക്കാം, വീണ്ടും അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്തു മാറ്റേണ്ടി വരാം, അങ്ങനെ പലതും. പക്ഷേ പുതിയതായിട്ട് ഇറങ്ങുന്ന ലിഗമെന്റ്സ് ഉണ്ട്. അതിൻ്റേതും നമുക്ക് ഒരു ലോങ് ടൈം ഫോളോ അപ്പ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഒരു 2 to 5 years ഒക്കെയാണ് നമ്മളൊരു ഷോർട്ട് ടൈം ഫോളോ അപ്പ് ആയിട്ടുള്ളൂ. നമ്മളത് എല്ലാവരിലും നമ്മളത് പരീക്ഷിക്കാറില്ല. അപ്പോൾ അത് നമ്മൾ അവരുമായിട്ട് പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതിനിങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം എന്ന് അവരെ ഇൻഫോം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിനകത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ എടുത്തു വെക്കുന്ന ലിഗമെൻറ്റ് നമ്മൾ തിരിച്ച് പിടിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ രീതിയിലേക്ക് മാറാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ലിഗമെന്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺസ് ആ വൂണ്ട് ഒന്ന് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പഴയ രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ നമുക്ക് ഇതിൻ്റെ റീഹാബും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലിഗമെന്റ് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇതല്ല, നമുക്കത് എല്ലാവർക്കും നമ്മളത് ഉപയോഗിക്കാറില്ല. അത് മാത്രമല്ല അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ. അപ്പോൾ ആക്ച്വലി അഡ്വാൻറ്റേജസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ടെൻഡൻസ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ആണ് എപ്പോഴും നല്ലത്. ആർട്ടിഫിഷ്യൽ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിമെറിറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും കൂടുതൽ ഇൻഫർമേഷൻസ് ACL പറ്റി നമ്മൾ അറിയും, കേൾക്കും. SK ജംഗ്ഷനിലൂടെ തന്നെ നമ്മോടൊപ്പം മിറ്ററ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ജോർജി ജെ കുരുവിളയാണ് കൂടെയുള്ളത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മോടൊപ്പം SK ജംഗ്ഷനിലൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മിറ്ററ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ജോർജി ജെ കുരുവിള. ഡോക്ടർ, നമ്മൾ സർജറിയെ പറ്റിയും അതുപോലെ ആർട്ടിഫിഷ്യൽ ടെൻഡൻസിനെ പറ്റിയൊക്കെ കാര്യമായിട്ട് സംസാരിച്ചായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സർജറി ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഭാവിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ടോ? തീർച്ചയായും. നമ്മൾ സർജറി ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. പക്ഷേ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമുക്കൊരു ACL ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ACL ആക്ച്വലി നമ്മുടെ ആ ജോയിൻറ്റിൻ്റെ അലൈൻമെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലിഗമെൻ്റാണ്. അപ്പം നമ്മളത് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് സംഭവിക്കുന്ന അതിൻ്റെ നമ്മുടെ നോർമൽ അലൈൻമെൻറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിനകത്തെ നെക്സ്റ്റ് നമ്മൾ മെനിസ്കസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറുണ്ട്, ഒരു കുഷൻ പോലത്തെ സ്ട്രക്ചറാണ്. ഇതിന് ഇഞ്ചുറി വരും. ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേജ് വരുന്നത് നമ്മുടെ മുട്ടിനകത്തെ ബോണിൻ്റെ അവിടെയുള്ള കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി, ഇതിന് ഇഞ്ചുറി വരും. ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ആർത്രൈറ്റിസിലേക്ക് നമ്മൾ പോകുന്നത്. വൺസ് ആർത്രൈറ്റിസിലേക്ക് പോയി കഴിഞ്ഞ്
കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിനകത്ത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. സോ ഇതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ, ഈ കോംപ്ലിക്കേഷൻസ്, അതായത് തേയ്മാനം എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആർത്തൈറ്റിസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ACL റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പം അവോയ്ഡ് ചെയ്യുക മാത്രമല്ല, ഇത് നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോഗ്രസ്സിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് തേയ്മാനത്തേക്ക് പോകാനുള്ള ചാൻസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ സർജറി ചെയ്യാത്ത പക്ഷം നമുക്ക് ഡെഫിനറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്ട് തന്നെയാണ് ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് ഉണ്ടാവുള്ളൂ. കൃത്യമായ രീതിയിൽ അത് കൺസൾട്ട് ചെയ്ത് സർജറിയിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ മാത്രമേ ടു ലൈഫ് നമ്മൾ തിരിച്ചെത്തുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് ഡോക്ടർ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ. സോ ആരെങ്കിലും മടി കാണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇനിയും ACLനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയാനായിട്ട് പോകുന്നു SK ജംഗ്ഷനിലൂടെ. നമ്മോടൊപ്പം മിറ്ററ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ജോർജി ജെ കുരുവിളയാണ് കൂടെയുള്ളത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. Welcome back to SK Junction on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ACLന് സംഭവിക്കാൻ സാധ്യതയുള്ള ഇൻഷുറീസിനെ പറ്റി അല്ലെങ്കിൽ ഈ സർജറിയെ പറ്റിയൊക്കെ നമ്മൾ കാര്യമായിട്ട് ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിഞ്ഞു. ആൻഡ് ഇനി ഡോക്ടറോട് നമുക്ക് ചോദിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ സർജറി കഴിഞ്ഞാലും നമുക്കൊരു ജീവിതമുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ പോലെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ഉറച്ച ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ പഴയൊരു ലൈഫിലേക്ക് നമ്മൾ തിരിച്ചെടുക്കാൻ, ഒരു കംബാക്ക് നടത്താൻ എത്രത്തോളം സമയമെടുക്കും ഓരോരുത്തർക്കും? നമ്മൾ ACLൻ്റെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആൾക്കാർ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര നാളത്തേക്ക് റെസ്റ്റ് വേണം എന്നുള്ളത്. അപ്പം നമ്മൾ കൊടുക്കുന്ന മറുപടി, ഇതിനകത്ത് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല ACL കഴിച്ചത്. നമ്മൾ നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ ഒരു സപ്പോർട്ടോടെ, അതായത് ഒരു ബ്രേസ് അതിൻ്റെ സപ്പോർട്ട്, പിന്നെ ഒരു വാക്കർ അല്ലെങ്കിൽ ക്രച്ചസ്, ആ സപ്പോർട്ടോടുകൂടെ നമ്മളാളെ പതുക്കെ മൊബിലൈസ് ചെയ്യും, നടത്തിക്കുന്ന ഇനീഷ്യലി നമ്മൾ ഈ പറഞ്ഞ വെയിറ്റ് കുറച്ചേ കൊടുക്കത്തുള്ളൂ കാലയിൽ. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പം ഓൺ ആൻ ആവറേജ് നമ്മളൊരു 6 weeks ആണ് നമ്മളൊരു ACL കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു നോർമൽ രീതിയിൽ സപ്പോർട്ടില്ലാതെ കാലയിൽ ആ ബ്രേസ് അല്ലെങ്കിൽ ആ ബെൽറ്റ് ഇല്ലാതെ നമ്മളെ ആളെ നടത്തിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 6 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഗ്രാജ്വലി പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളും ഇതൊക്കെയുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് അത് നമ്മൾ ചെയ്യുക. വൺസ് നമ്മൾ മൂവ്മെൻ്റൊക്കെ ഫുള്ളായിട്ട് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് മുട്ട് മടക്കാനും നടത്താനായിട്ടുള്ള ഫുള്ളായിട്ട് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളൊരു, അതായത് ഒരു 6 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ സ്ട്രെങ്ത് ട്രെയിനിങ് തുടങ്ങും. അപ്പോൾ അത് നമുക്ക് ഗ്രാജ്വലി, അതായത് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക, നമ്മളിപ്പോൾ ലെഗിനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതും നമ്മുടെ കോർ സ്ട്രെങ്ത് എക്സസൈസുകൾ ഇതെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതൊരു ഗ്രാജ്വലായിട്ടായിരിക്കും. ഒരു 3 months ആകുമ്പം നമുക്ക് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ ഈ പറഞ്ഞ ജിമ്മിലെ വർക്കൗട്ടെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊന്നും ഇല്ല നോർമലായിട്ട് നമുക്ക് നടക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ കാര്യമായിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്യിപ്പിക്കത്തുള്ളൂ. 3 മുതൽ 6 മാസം വരെയാണ് നമ്മളൊരു ലോ ഇമ്പാക്റ്റ് സ്പോർട്സ്, അതായത് നമ്മുടെ സ്വിമ്മിങ് അല്ലെങ്കിൽ ജോഗിങ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. നമ്മളൊരു ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ്, നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ കബഡി, ഇങ്ങനത്തെ എല്ലാം നമ്മളൊരു 6 to 9 months, പ്രിഫറബിളി 9 months, 9 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടു സ്പോർട്സ് അനുവദിക്കാറുള്ളൂ. ഇപ്പം നോർമലായിട്ടുള്ള ഒരാൾക്ക് നമുക്കൊരു 1.5 മാസം കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ സ്പോർട്സ് നമ്മൾ അവരുടെ പ്രോഗ്രസ് അസസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പ്രോപ്പർ റെസ്റ്റ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ കംബാക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്റ്റ് മാത്രമല്ല, അതിൻ്റെ റീഹാബിലിറ്റേഷനും അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 to 60% ആകുന്നുള്ളൂ. ബാക്കി അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റീഹാബിലിറ്റേഷനാണ്. അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിലാണ് നമുക്ക് ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ ACL ഇഞ്ചുറിയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ അവർ ഫോളോ അപ്പ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു പാട്ടിലേക്ക് പോവാണ്. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചു വരും ACLനെ പറ്റി അല്ലെങ്കിൽ ACL ഇഞ്ചുറിയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസിലേക്ക്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് കൂടുതൽ ഇൻഫർമേഷൻസ് എത്തിക്കുന്നത് മിറ്ററ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ജോർജി ജെ കുരുവിള. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. ACL ഇഞ്ചുറിയെ പറ്റി അല്ലെങ്കിൽ ACL ഇഞ്ചുറിയിൽ നിന്ന് നമ്മൾ സർജറി കഴിഞ്ഞ് ഉള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു. റീഹാബിലിറ്റേഷൻ, പ്രോപ്പർ റെസ്റ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് നമുക്കിനി അറിയാൻ താല്പര്യമുള്ള കാര്യം അല്ലെങ്കിൽ നമുക്കുള്ള ഡൗട്ടുള്ള കാര്യം എന്താണെന്നല്ലേ ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ഡോക്ടറെ നമ്മൾ വീണ്ടും പരിചയപ്പെടുകയാണ്. മിറ്ററ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ജോർജി ജെ കുരുവിള. ഡോക്ടർ, ACLന്റെ സർജറി കഴിഞ്ഞാൽ ഇപ്പോൾ നീ
മെറ്റൽ പ്ലേറ്റ്സ് അല്ലെങ്കിൽ സ്ക്രൂസ് ഒക്കെ ഇടാറുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ ഇപ്പോൾ അഥവാ ഇടുന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ നമുക്കത് മാറ്റാനായിട്ട് പറ്റുമോ? നമ്മൾ മെറ്റൽ പ്ലേറ്റ്സ് ഉപയോഗിക്കാറില്ല, പക്ഷേ നമ്മൾ സ്ക്രൂസ് ഉപയോഗിക്കും. സ്ക്രൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് സ്ക്രൂസ് ഉണ്ട്. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നമ്മൾ സ്ക്രൂ ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ടൈറ്റാനിയം സ്ക്രൂ വന്നു. ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ ഈ അബ്സോർവ് ചെയ്ത് പോകുന്ന ടൈപ്പ് സ്ക്രൂസ് ഉണ്ട്, ബയോ അബ്സോർബിൾ സ്ക്രൂസ് എന്ന് പറയും. അതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ തൊടയുടെ ഭാഗത്തും നമ്മുടെ കാലിൻ്റെ ഭാഗത്തും ഈ ലിഗമെൻറ്റ് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട്, അതായത് നമ്മൾ പുതുതായിട്ട് വെച്ചിരിക്കുന്ന ലിഗമെൻറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ സ്ക്രൂസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ തൊടയുടെ ഭാഗത്ത് സ്ക്രൂവിന് പകരം വേറൊരു ടൈപ്പ് ഒരു ഫിക്സേഷൻ ഉപയോഗിക്കുന്നത്. നമ്മളൊരു ടൈറ്റാനിയം ഒരു ബട്ടണിൽ അതിനകത്തുനിന്നൊരു ത്രെഡ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ലിഗമെൻറ്റ് എന്താ പറയുക, നമ്മൾ സസ്പെൻഡ് ചെയ്തിടാന്ന് പറയും, തൂക്കിടുക എന്ന് പറയും. എന്നിട്ട് അത് തുടയുടെ ഭാഗത്തും താഴെ കാലിൻ്റെ ഭാഗത്തായിട്ട് വരുമ്പോൾ നമ്മൾ സ്ക്രൂവ്, അതായത് ഈ പറഞ്ഞ ബയോ ഒബ്സർവബിൾ സ്ക്രൂവ് ആണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത്. താഴെ നമുക്ക് ഈ പറഞ്ഞ സസ്പെൻസറി ഫിക്സേഷൻ ഉപയോഗിക്കാം, പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ സ്ക്രൂ ആണ്. ഇത് നമ്മൾ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല, അബ്സോർബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ടൈറ്റാനിയം സ്ക്രൂ ഒക്കെ ആണെങ്കിൽ തന്നെയും അതും നമ്മൾ എന്തെങ്കിലും ഇറിറ്റേഷൻ പോലെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ മാറ്റാറുള്ളൂ, അല്ലെങ്കിൽ അതും മാറ്റേണ്ട കാര്യമൊന്നുമില്ല. മെറ്റൽ പ്ലേറ്റ്സ് എന്തായാലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരത്തില്ല. സോ നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമായിരിക്കും ഇൻഫെക്ഷൻസ് പറ്റിയിട്ട്. അപ്പോൾ സ്ക്രൂ ഏതെങ്കിലും തരത്തിൽ ആളുകളിലേക്ക് ഇൻഫെക്ഷനിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡോക്ടർ നമുക്ക് അതിനുള്ളൊരു പ്രതിവിധി? നമ്മൾ ഈ പറഞ്ഞ കീഹോൾ സർജറീസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഉണ്ടാകുന്ന, അതായത് നമ്മളിപ്പോൾ അകത്തൊരു പ്ലേറ്റോ സ്ക്രൂ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് അതും വളരെ കുറവാണ്. അതിനേക്കാളൊക്കെ വളരെ വളരെ കുറവാണ് നമുക്കൊരു ACL സർജറി ചെയ്ത് കഴിഞ്ഞ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇതൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും. പക്ഷേ അതൊരു എന്താ പറയുക, നമുക്കൊരു വഴിയിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസിന് അത്രയും പോലും ഇല്ല നമുക്ക് ഈ പറഞ്ഞ ഒരു ACL സർജറി കഴിഞ്ഞ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ പേടിക്കേണ്ട, നമ്മൾ പറയുമല്ലോ ഭയം വേണ്ട ജാഗ്രത മതിയെന്ന്. അതുപോലെ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം അല്ലേ ഇനി ഡോക്ടർ? ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഡോക്ടർ സമ്മതിച്ചത് കൊണ്ട് നമ്മൾ വേഗം പാട്ടിലേക്ക് പോകുന്നു. കേട്ടോണ്ടേയിരിക്കും സർഗ ക്ഷേത്ര 89.6 FM ആണ് SK ജംഗ്ഷൻ. 89.6 FM സർഗ ക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ജംഗ്ഷനിൽ നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ACLന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഞ്ചുറിനെ പറ്റിയും അതുപോലെ ACL ഇഞ്ചുറിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സർജറീസ്, അതിൻ്റെ ഒരു പ്രിവെൻഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ആൻഡ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്ററ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ ജോർജി ജെ കുരുവിളയാണ്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു ACL ഇഞ്ചുറി നമ്മൾ എടുത്ത് പറയുമ്പോൾ ഈ ഒരു ടോപ്പിക് ആണ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ തന്നെയായിരിക്കും അല്ലേ. ഇപ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ ഇത്തരത്തിലുള്ള സ്പോർട്സിൽ എൻഗേജ്ഡ് ആവുന്നവർ തീർച്ചയായിട്ടും ചിലപ്പോൾ ACL ഇഞ്ചുറി ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആക്ച്വലി നമ്മൾ ഈ സ്പോർട്സ് പേഴ്സൺസിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്പോർട്സ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജോയിൻറ്റിൽ കൂടെ പോകുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സിനേക്കാളും പല മടങ്ങാണ് നമ്മൾ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള വാമപ്പ് എക്സസൈസുകളൊക്കെ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാന്റാ മോണിക്ക പെപ്സ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ സ്പെസിഫിക് ആയിട്ടുള്ള ഈ പറഞ്ഞ സ്പോർട്സ് ഇഞ്ചുറി പ്രിവെൻഷൻ ആയിട്ടുള്ള, അതിനുവേണ്ടി പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ നീ ജോയിന് ചുറ്റുമുള്ള മസിൽസ്, ഹിപ്പിന് ചുറ്റുമുള്ള മസിൽസ്, ആങ്കിളിന് ചുറ്റുമുള്ള മസിൽസ്, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തെടുക്കണം. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഫീമെയിൽ അത്ലറ്റ്സിന് എപ്പോഴും ACL ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ് കമ്പയർഡ് ടു മെയിൽസ്. അപ്പം മെയിൽസിനേക്കാൾ എപ്പോഴും അവർക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഒന്ന്, ജോയിൻസ് എപ്പോഴും കുറച്ചുകൂടെ കൂടുതൽ ലാക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ് കുറച്ചുകൂടെ ലൂസ് ആയിരിക്കും. രണ്ട്, ഈ ഫീമെയിൽസിൽ നമ്മുടെ തുടയുടെ മുൻഭാഗത്തുള്ള മസിലിനായിരിക്കും നമ്മുടെ പുറകുഭാഗത്തുള്ള മസിലിനേക്കാളും കൂടുതൽ പവർ. ഇത് ശരിക്കും ACL ഇഞ്ചുറി കൂട്ടുന്ന ഒരു ടൈപ്പ് ബോഡിയുടെ ഒരു മെക്കാനിസമാണത്. സോ നമ്മൾ ഫീമെയിൽസിനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പുറകിലത്തെ മസിൽസിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുത്തില്ലെങ്കിൽ അവർക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്.
അത്തരം പ്രോഗ്രാംസിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ഇഞ്ചുറി വരാനുള്ള ചാൻസ് കുറവാണ്. അതിന് പല പഠനങ്ങളും ഉണ്ട് ഇഞ്ചുറി കുറയുന്നതായിട്ട്. പക്ഷേ ഈ പറഞ്ഞ നമ്മൾ കളിക്കാനായിട്ട് ഇപ്പോൾ ഒരു റിക്രിയേഷൻ എന്ന രീതിയിൽ നമ്മൾ കളിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് മടിയുള്ളതായിരിക്കും മിക്കവാറും എല്ലാ ആൾക്കാരും. അവരിലാണ് ഈ പറഞ്ഞ ഇഞ്ചുറി കൂടുതലായിട്ട് കാണുന്നത്. സോ ഫീമെയിൽ അത്ലറ്റ്സ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ACL ഇഞ്ചുറി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഫീമെയിൽ അത്ലറ്റ്സിലാണെന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ACL ഇഞ്ചുറിയെ പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പാട്ടുകൾക്ക് ശേഷം നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കും. SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേറ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ജോർജി ജെ കുരുവിള. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ACL ഈ ഒരു ലിഗ്മെന്റിന്റെ ഇഞ്ചുറീസിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് മുൻപ് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും പെൺകുട്ടികൾ അത്ലറ്റ്സുകൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചു. ആൻഡ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേറ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ജോർജി ജെ കുരുവിള. ഡോക്ടർ, നമ്മളിപ്പോൾ ACL ഇഞ്ചേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ അദ്ദേഹത്തിന്റെ സർജറി കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയി, പ്രോപ്പർ റെസ്റ്റിനൊക്കെ ശേഷം വീണ്ടും ACL ഇഞ്ചുറി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാരണങ്ങൾ ഒന്ന്, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ലിഗമെന്റ് പൊട്ടാനുള്ള ഒരു കളിയുടെ നമ്മൾ എന്തായാലും ഒരു സ്പോർട്സിൽ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ടയർ വരാനുള്ള ചാൻസ് ഉള്ളതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ലിഗമെന്റിലും വരാൻ ചാൻസ് കൂടുതലാണ്. രണ്ട്, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ലിഗമെന്റിനകത്ത് കുറച്ച് നെർവുകളുണ്ട്, നമ്മുടെ ഞരമ്പുകൾ. ഈ ഞരമ്പാണ് നമ്മുടെ ജോയിൻറ്റിൻ്റെ പൊസിഷനൊക്കെ നമ്മളെ മനസ്സിലാക്കാൻ സാധിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഈ രണ്ടാമത് വെച്ചിരിക്കുന്ന ലിഗമെന്റ് അതിനകത്ത് ഈ പറഞ്ഞ നെർവുകൾ അല്ലെങ്കിൽ ഞരമ്പുകൾ വളർന്നു വരാൻ കുറച്ച് സമയമെടുക്കും. ആ സമയമാണ് നമ്മൾ കറക്റ്റായിട്ട് റീഹാബിലിറ്റേഷനൊക്കെ ചെയ്യേണ്ടത്. അപ്പം അതിന് മുമ്പ് നമ്മൾ പോയി വീണ്ടും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ACL ടയർ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഈ പറഞ്ഞ പോലുള്ള നമ്മുടെ വാമപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോള് അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും നമുക്ക് റീടയർ വരാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം ACL ഇഞ്ചുറി വന്നവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ ഡോക്ടർ, ഒരു ചെറിയ ഡൗട്ട് കൂടിയുണ്ട്. വേദന പൂർണ്ണമായിട്ടില്ലെങ്കിലും ലിഗ്മെന്റ് ടയർ ആകാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രേഡ് 1 ഇഞ്ചുറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായ വേദനയൊന്നും കാണില്ല. അപ്പോൾ പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പം വീണ്ടും കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഇഞ്ചുറി കൂടുതൽ വേഴ്സ് ആകും. അപ്പം നമ്മൾ ഇനീഷ്യലി നമ്മൾ റെസ്റ്റ് കൊടുത്തില്ലെങ്കിലത്തേക്ക് അത് പ്രശ്നങ്ങൾ വേഴ്സ് ആകാൻ ചാൻസ് ഉണ്ട്. രണ്ട്, നമുക്കിപ്പം ഒരു കംപ്ലീറ്റ് ടയർ ACL ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു 3 to 4 വീക്സ് നമ്മൾ കാലിന് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാലിലെ പെയിനും സ്വെല്ലിംഗ് ഒക്കെ കുറയും. പക്ഷേ ഇതിൻ്റെ അർത്ഥം അകത്തെ ലിഗമെന്റ് ഹീൽ ചെയ്തതെന്നല്ല. അപ്പം പലരും നമ്മൾ പറയുന്ന പോലെ നമ്മൾ നാട്ടുവൈദ്യം അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കാൻ പോയി, അപ്പോൾ നമ്മളവിടെ എന്തെങ്കിലും കെട്ടിവെച്ചു, അതുകൊണ്ട് വേദന കുറഞ്ഞു, അതെല്ലാം ഹീലായെന്ന് നമ്മൾ പറയാറുണ്ട്. അത് പക്ഷേ ശരിക്കും അങ്ങനെയല്ല. അകത്തെ ലിഗമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്കുലാരിറ്റി, അതായത് അതിൻ്റെ ആ രക്തയോട്ടം കുറവുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ മുട്ടിനകത്തുള്ളത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ മാത്രമല്ല, അത് തിരിച്ചു പിടിക്കില്ലത്. അപ്പോൾ ഒരിക്കൽ പോയാൽ പോയതാണ്. അപ്പം നമ്മൾ അതിന് പകരം വെക്കുക നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ വേദന ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ലിഗമെന്റ് ടയർ ഇല്ല എന്നതിനർത്ഥമില്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ACL ഇഞ്ചുറിയെ പറ്റി നമ്മൾ ഏകദേശം 2 മണിക്കൂറായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറേയധികം കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചു. എനിക്ക് തികച്ചും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതായത് കുറച്ചധികം നമ്മൾ ശ്രദ്ധ കൊടുക്കണമല്ലേ, നമ്മളധികം അതായത് ഇഞ്ചുറി ഉണ്ടാവുമ്പോഴേ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാറുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോക്കസ് കിട്ടാത്തത് കൊണ്ടും നമ്മൾ കാര്യമായിട്ടുള്ളൊരു കെയറും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ നീക്കി കൊടുത്തോളൂ എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ ഒരു സമയത്ത് അവസാനിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. സോ ഇത്രയും നേരം നമ്മൾ ACLനെ പറ്റി അല്ലെങ്കിൽ ACL ഇഞ്ചുറിയെ പറ്റിയും അതുപോലെ ACLന്റെ ഇഞ്ചുറിക്ക് സൊല്യൂഷൻ ആയിട്ട് ചെയ്യുന്ന സർജറിയെ പറ്റിയും കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇത്രയും നേരം ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് മിറ്റേറ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ ജോർജി ജെ കുരുവിളയാണ്. ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. ഒരുപാട് സന്തോഷം കുറേയധികം ഇൻഫർമേഷൻസ് ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് അറിയാനായിട്ട് സാധിച്ചതിലും. താങ്ക് യു. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ. കലക്കൻ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര.